ഹായ്, എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് സീസൺ 6 പുതിയൊരു ദിൽ റോബ് കോംബോ കൊണ്ടുവരാനുള്ളൊരു പ്ലാനിലായിരുന്നു നമ്മുടെ ജാസ്മിനും ഗബ്രിയും കൂടിയിട്ട്. അപ്പോൾ നമുക്കറിയാം സീസൺ 4 ദിൽഷയും റോബിനും ഫ്രണ്ട്ഷിപ്പ് ആയ സമയത്ത് റോബിന് പിന്നെ ദിൽഷേനോട് ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ കൂടി ദിൽഷ എപ്പോഴും പറയുന്നത് എനിക്ക് അങ്ങനെ ഒരാളോട് ഇഷ്ടം പെട്ടെന്ന് തോന്നൂല, നമ്മൾ ജസ്റ്റ് ഫ്രണ്ട്സാണ്. ഇവർ തമ്മിൽ രണ്ടാൾ സംസാരിക്കുമ്പോഴൊക്കെ പറയും, അതായത് ഡോക്ടറെ മനസ്സിലാകുന്ന ഒരു തെറ്റിദ്ധാരണ വേണ്ട എന്നുള്ള രീതിയിലായിരിക്കണം ദിൽഷ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരുപാട് പേര് പിന്നീട് പറയുക, എന്ത് പറഞ്ഞാലും ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് ഫ്രണ്ട്സാണേ പറയുന്നത് ശരിയല്ല എന്നൊക്കെ. പക്ഷേ ആ കുട്ടി അതിൻ്റെ മനസ്സിലുള്ളതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, ഞങ്ങൾ ഫ്രണ്ട്സാണേ എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ട്. പക്ഷെ ആ പറച്ചിൽ കൂടി ഒരു സൗന്ദര്യം ഉണ്ടായിരുന്നു അല്ലേ. നമുക്ക് ദിൽഷ നമ്മൾ ഫ്രണ്ട്സാണേ എന്ന് പറയുന്നത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് ഒരുപാട് പേര് അനുകരിച്ചിട്ടുണ്ട് ദിൽഷയുടെ നമ്മൾ ഫ്രണ്ട്സാണേ എന്നുള്ള ആ വാചകം. അത് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ദിൽഷ അത് പറയുന്നതൊക്കെ. അതുപോലെ തന്നെ നൈറ്റിലൊക്കെ ഊഞ്ഞാലാടുന്ന ദിൽഷ, അതിൻ്റെ അടുത്ത് പോയിരുന്ന ആട്ടിക്കൊടുക്കുന്ന ഡോക്ടർ റോബിൻ, ഇതൊക്കെ കാണാൻ തന്നെ അവരൊന്നും സംസാരിച്ചില്ലെങ്കിൽ അത് കാണാൻ തന്നെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിരുന്നു. കാരണം വളരെ നിഷ്കളങ്കമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ഒരു ഇഷ്ടമായിരുന്നു. ഡോക്ടറെ മനസ്സിൽ ആ കുട്ടിയോട് ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷേ ദിൽഷയ്ക്ക് ഇഷ്ടമുണ്ട്, പക്ഷെ അത് എത്രത്തോളം പ്രാക്ടിക്കലാവുമെന്ന് അറിയാത്തൊരു ഭയം ആ കുട്ടിയുടെ ഉള്ളിലുണ്ടായിരുന്നു. പുറത്തു വന്ന് ഫാമിലിയുടെ ഒക്കെ തീരുമാനം അറിഞ്ഞ ശേഷം മതി എന്നുള്ളത് കൊണ്ട് തന്നെ ഓവറായിട്ട് ആ ബന്ധത്തിലേക്ക് പോകാൻ ആ കുട്ടി താല്പര്യം പ്രകടിപ്പിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രണ്ട്സായി നിലനിൽക്കട്ടെ എന്ന് ആ കുട്ടിയും കരുതി. പക്ഷേ അവർ തമ്മിൽ ചേർന്നിരിക്കുമ്പോഴുള്ളൊരു ഒരു ഭംഗി, പ്രേക്ഷകരുടെ ഒരു ഇഷ്ടം നേടാൻ പിന്നീട് ഒരു കോംബോയ്ക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ആ ഒരു സീസൺ ആവർത്തിക്കാൻ വേണ്ടിയിട്ട് ജാസ്മിനും ഗബ്രിയും കൂടി മനഃപൂർവ്വം ശ്രമിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഫ്രണ്ട്സാണേ എന്ന് പറയുന്നത്. പക്ഷെ അത് കേൾക്കുമ്പോൾ തന്നെ ഒരുതരം അരോചകമായിട്ട് തോന്നുന്നു അല്ലേ. ഫ്രണ്ട്സ് തമ്മിൽ കാണിക്കുന്നതല്ലല്ലോ അവരവിടെ കാണിക്കുന്നത്. അപ്പോൾ റോബിന് ദിൽഷേനോട് ഇഷ്ടം ഉണ്ടെങ്കിൽ കൂടിയിട്ട് അവരൊരു പരിധിയിൽ കവിഞ്ഞിട്ട് പ്രേക്ഷകർക്ക് കാണാൻ പാടില്ലാത്ത ഒരു തരത്തിലുള്ള സീനുകളും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. നമുക്ക് അരോചകമായി തോന്നുന്ന ഒരു സംഭവം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പക്ഷെ ഇവരങ്ങനെയല്ല, ഫ്രണ്ട്സാണേ പറയുകയും ചെയ്യും. വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള പെരുമാറ്റങ്ങളാണ് കാണുന്നത്. അതിനുള്ള ജസ്റ്റിഫിക്കേഷൻ എന്നുള്ള നിലയ്ക്ക് ജാസ്മിൻ അവിടെ പറയുന്നത് എന്താണ്, ഒരാണും പെണ്ണും ഫ്രണ്ടാവാൻ പാടില്ലേ, ഒരാണിനും പെണ്ണും ഒരുമിച്ചിരിക്കാൻ പാടില്ലേ, നിങ്ങളൊക്കെ ഏത് കാലത്താണ് ജീവിക്കുന്നത്, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ശരിയല്ല, എൻ്റെ കൂടെ ഇരിക്കുന്നപ്പോൾ ഗബ്രിക്ക് പകരം ഒരു സ്ത്രീ ആണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ പറയൂ എന്നൊക്കെയുള്ള തരത്തിലുള്ള സംസാരങ്ങളാണ് വരുന്നത്. പക്ഷെ ഒരു സ്ത്രീ ആണെങ്കിൽ പോലും കൂടെ ഇരിക്കുന്ന ഒരു സ്ത്രീയാണ്. ഇപ്പോൾ നമുക്കറിയാം പിന്നെ രതീഷ് സുരേഷിനെ കെട്ടിപ്പിടിച്ചപ്പോൾ ഉണ്ടായ സീൻ നമുക്കറിയാം അല്ലേ. കെട്ടിപ്പിടിച്ചു, എൻ്റെ ഷോൾഡറിൽ മുഖം വെച്ച് ഉരച്ചു, അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആകെ സെക്ഷൽ ഹറാസ്മെൻ്റ് ആയിട്ടാണ് തോന്നിയെന്ന് സുരേഷ് പറഞ്ഞു. രണ്ട് ആണുങ്ങളാണ്, ആലോചിക്കണം. അപ്പോൾ രണ്ട് സ്ത്രീകൾ ചേർന്നിരുന്നിട്ട് ഇതുപോലെ ചെയ്താലും പ്രേക്ഷകർ ഇത് പറയും അല്ലേ. അതൊരാണാവണം തന്നെയല്ലേ. ഈ കെട്ടിപ്പിടിക്കലും ഉമ്മ വയ്ക്കലൊക്കെ കാണുമ്പോൾ ആരായാലും പറയും. ആ രീതിയിലുള്ള പ്രകടനമാണ് ജാസ്മിൻ അതിനുള്ളിൽ കാഴ്ചവെക്കുന്നത്. രണ്ടാളും ഒരുമിച്ച് സംസാരിക്കുക മാത്രമല്ലല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പറയുന്നതിന് ജാസ്മിനെ ഒരിക്കലും കുറ്റപ്പെടുത്താൻ കഴിയില്ല. അത് പിന്നെ ആൺ പെൺ എന്നുള്ള വ്യത്യാസം കൊണ്ടല്ല, അവർ കാണിക്കുന്ന പ്രകടനത്തെയാണ് ആളുകൾ വെറുക്കുന്നത്. അല്ലാതെ അവർ ഒരുമിച്ചിരിക്കുന്നതിനല്ല. ഫ്രണ്ട്സ് ആണെന്ന് പറയും, ഫ്രണ്ട്സ് അല്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പ്രകടനങ്ങളും, പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സാണ്, ഞങ്ങൾക്കിടയിൽ ഒന്നുമില്ല, പക്ഷെ ക്യാമറയ്ക്ക് വേണമെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഒരുമിച്ച് ചേർന്നിരുന്നിട്ട് വേണമെങ്കിൽ സീനുകൾ കൊടുക്കാം, അത് വേണമെങ്കിൽ ബിഗ് ബോസ് എടുത്തോട്ടെ എന്നുള്ള തരത്തിലേക്കാണ് ജാസ്മിൻ്റെ ഒരു അതെ. അപ്പോൾ കഴിഞ്ഞ ഒരു ദിൽഷയും റോബിനും ഫ്രണ്ട്സായി ഇരുന്നില്ലേ, അപ്പോൾ ആ കോംബോ എല്ലാവരും ഇഷ്ടപ്പെട്ടില്ലേ എന്നുള്ളതാണ് ജാസ്മിൻ്റെ ചിന്താഗതി. പക്ഷേ ദിൽഷയും റോബിനും ആവാൻ ഇനി ഒരു കോംബോയ്ക്കും കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരുടേതായിട്ടുള്ള ആ ഒരു നിഷ്കളങ്കമായിട്ടുള്ള പെരുമാറ്റവും സംസാര രീതികളും സ്നേഹപ്രകടനങ്ങളും വഴക്കായാലും ദേഷ്യപ്പെടുന്നാലും പിണങ്ങിയിരിക്കുന്നാലും ഒന്നും അവർ ജെന്യുവനായിട്ട് ഇനി ആർക്കെങ്കിലും പ്രകടിപ്പിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയധികം ഇഷ്ടപ്പെട്ട ഒരു കോംബോ വേറൊരു സീസണിൽ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുമെന്നും തോന്നുന്നില്ല. അപ്പം അത് അനുകരിക്കാൻ നോക്കിയിട്ട് ദിവസം കഴിയും തോറും ഇവരും നാണം കെട്ടുകൊണ്ടിരിക്കുകയാണ് സമൂഹത്തിൻ്റെ മുമ്പിൽ. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇവർ നോമിനേഷനിൽ വന്നാൽ ആരെങ്കിലും ഒരാൾ തീർച്ചയായിട്ടും ഔട്ടാവും. പക്ഷെ അത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഏറ്റവും പെട്ടെന്ന് ഇവരിൽ ആരെങ്കിലും ഒരാൾ പുറത്തു പോകേണ്ടത് ബിഗ് ബോസിൻ്റെ നിലനിൽപ്പിന് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. കാരണം രതീഷിനെ പുറത്താക്കാൻ കാണിച്ച ആവേശം ഇവരിൽ ആരെങ്കിലും ഒരാളെ പുറത്താക്കാൻ കൂടി ബിഗ് ബോസ് കാണിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അല്ലെങ്കിൽ രണ്ടാളുടെ ഗെയിമിനെ അത് ബാധിക്കും. രണ്ടാളും ഒരു ഗെയിമും കളിക്കാതെ ഇങ്ങനെ വാലും പിടിച്ച് രണ്ടാളും ഓരോ മൂലയ്ക്ക് വരുന്ന ക്യാമറകൾ നമ്മളെ തന്നെയാണ് നോക്കണേ, നമ്മളെ തന്നെയാണ് സൂം ചെയ്യണേ, നമ്മളെ തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കണേ എന്നൊരു ചിന്താഗതി പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പം ഇന്നലെ ലൈവിലൊക്കെ ജാസ്മിൻ പറഞ്ഞത് പലരും കേട്ട് കാണും.
കണ്ടോ, നമ്മൾ രണ്ടാളും കൂടി കിടക്കുമ്പോൾ ക്യാമറ കണ്ടോ നമ്മളെ തന്നെ സൂം ചെയ്യുന്നത് കണ്ടില്ലേ, നമ്മളെ തന്നെ നമ്മൾ കണ്ടോ അവിടെ ഇരുന്നപ്പോൾ കണ്ടില്ലേ നമ്മളെ തന്നെ ക്യാമറ സൂം ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ വിചാരം, ഇവരുടെ കോംബോ പുറത്ത് ഭയങ്കര സക്സസ്ഫുള്ളാണ്, എല്ലാവരും ഇത് ആസ്വദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ക്യാമറ ഇവരുടെ പുറകെ തന്നെ വരുന്നത് എന്നുള്ളൊരു ചിന്താഗതിയാണ് ജാസ്മിന്. ആ ചിന്താഗതി വെച്ച് പോകും തോറും ഓരോ ദിവസവും ഇവർ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ മനസ്സിൽ കൂടി വെറുക്കപ്പെട്ടവർ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഒരുപാട് പോളുകളും കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. അതിലൊക്കെ തന്നെ ജാസ്മിനെ ഇഷ്ടപ്പെടുന്നവർ പോലും പറയുന്നത് ഇപ്പോൾ ജാസ്മിനെ ഇഷ്ടമല്ലാതെ. ജാസ്മിൻ ഈ ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുൻപ് ഒരുപാട് വിവാദം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അസ്ലാം മെർലിയും നമ്മുടെ ഗൈസും ഒക്കെ ആയിട്ട്. അപ്പോൾ അന്ന് ജാസ്മിനെ അനുകൂലിച്ചിരുന്ന പല ആളുകൾ പോലും അയ്യേ ഈ പെണ്ണ് ഇങ്ങനെയായിരുന്നു, അവരൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇവള് മോശക്കാരിയായിരുന്നല്ലോ, ഇങ്ങനെയാണല്ലോ എന്നൊക്കെ ഇപ്പോൾ പറഞ്ഞു തുടങ്ങി. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ യാതൊരു വ്യക്തിത്വവും ഇല്ലാതെ അവനവൻ്റെ വ്യക്തിത്വം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ബിഗ് ബോസിൻ്റെ കപ്പ് നേടുക അല്ലെങ്കിൽ 100 ദിവസം നിൽക്കുക എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ജാസ്മിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ട്. ഏത് തരത്തിലുള്ള നാറേ കളി കളിച്ചിട്ടായാലും വിരോധമില്ല, ഞാൻ 100 ദിവസം ഇതിനുള്ളിൽ നിൽക്കും അല്ലെങ്കിൽ ഞാൻ കപ്പടിക്കും എന്നുള്ളൊരു ചിന്താഗതിയാണ്. ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം, നെഗറ്റീവ് ആയാലും പ്രശ്നമല്ല എന്ന് ചിന്തിക്കുന്നിടത്താണ് ആളുകൾ ജാസ്മിനെ വെറുക്കുന്നത്. അതായത് അവനവൻ്റെ ഐഡന്റിറ്റി നഷ്ടപ്പെടുത്തിയിട്ട് എന്ത് നേടിയിട്ട് എന്താ കാര്യം, അപ്പോൾ എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയിട്ട് ഇവൾ എന്തിനും തയ്യാറാകും എന്നൊരു ചിന്താഗതി ഭൂരിഭാഗം പ്രേക്ഷകരിലും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പവർ റൂമിൻ്റെ ഉള്ളിൽ ജാസ്മിൻ എന്ന് കയറിയോ അന്ന് മുതൽ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും അൾട്ടിമേറ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് നമ്മുടെ ജാസ്മിനാണ്. ക്യാപ്റ്റനെ പോലും നിഷ്പ്രഭമാക്കിക്കൊണ്ട് പല തീരുമാനങ്ങളും ജാസ്മിൻ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ജാസ്മിൻ പറയുന്നതായിട്ടും മറ്റുള്ളവരിലേക്ക് അത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതായിട്ടും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാപ്റ്റൻ്റെ ബെഡ് അത് റിക്വസ്റ്റ് ചെയ്തിട്ടാണെങ്കിലും വേറെ ഏതെങ്കിലും തരത്തിൽ പറഞ്ഞതായിട്ടാണെങ്കിലും ക്യാപ്റ്റൻ്റെ ബെഡ് തന്നെ അടിച്ചു മാറ്റുക എന്ന് പറയുമ്പോൾ എത്ര സാമർത്ഥ്യം ഉണ്ടാവണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പിന്നെ മാനിപ്പുലേഷനും കാര്യങ്ങളും ഒക്കെ ജാസ്മിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ ശരിക്കും ബിഗ് ബോസിന് പറ്റിയ ഒരാളാണ്, ഗെയിം എന്താണെന്ന് അറിഞ്ഞ് കളിക്കാൻ പറ്റിയ ഒരാളാണ്. പക്ഷെ ഈ കോംബോ ഇങ്ങനെ നിലനിന്ന് പോയാൽ ജാസ്മിന് ഗെയിം കളിക്കാൻ പറ്റില്ല, ഗബ്രിക്കും കളിക്കാൻ പറ്റില്ല. രണ്ടുപേരെയും ആളുകളും അകത്തുള്ളവരും പുറത്തുള്ളവരും ഒരുപോലെ വെറുക്കും. ഇപ്പം തന്നെ ഹൗസിനകത്തുള്ളവർക്ക് പലർക്കും ഇവരുടെ കോംബോ ഇഷ്ടമല്ല, ഇവരെ തന്നെ ഇഷ്ടമല്ല. കാരണം ഗബ്രിക്ക് ഒരു പ്രശ്നം വരുമ്പോഴാണ് ജാസ്മിൻ ഇടപെടുന്നത്, ജാസ്മിൻ ഒരു പ്രശ്നം വരുമ്പോഴാണ് ഗബ്രി ഇടപെടുന്നത്. വേറൊരു പ്രശ്നത്തിലും ഇവർ ഇടപെടുന്നില്ല എന്നുള്ളതും കൂടിയിട്ടൊരു വസ്തുതയാണ്. അതുപോലെ തന്നെ ഇന്നലെ പിന്നെ ഗബ്രി കരഞ്ഞ നേരത്തെ ജാസ്മിൻ്റെ ഒരു സമാധാനിപ്പിക്കൽ പ്രകടനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കെട്ടിപ്പിടിക്കലും മടി കയറിയിരിക്കലും എന്തൊക്കെയായിരുന്നു അതിനെ കാട്ടിക്കൂട്ടിയ പ്രകടനം, കൂടെ കരയിലും. ഒരു ഫ്രണ്ട് ഒരു തെറ്റ് ചെയ്ത് അത് പറഞ്ഞ് മനസ്സിലാക്കാം. അതിന് പകരം അവരെ കൂടെ കയറിയിരുന്ന് നമ്മളാരെങ്കിലും കരയോ? കാരണം ബാലിശമായ ഒരു കാര്യത്തിനാണ് ഗബ്രി കരയുന്നത്, വേണ്ടപ്പെട്ട ഒരു കാര്യത്തിനൊന്നുമില്ല. നിസ്സാരമായിട്ടുള്ള ബാലിശമായിട്ടുള്ള ഒരു കാര്യത്തിന് ഗബ്രി തന്നെ ചെയ്തു വെച്ച ഗബ്രിയുടെ ഭാഗത്ത് തന്നെ തെറ്റുള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഗബ്രി കരയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അത് പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് പകരം കൂടെ കരയുക. നമുക്കൊക്കെ അങ്ങനെ തോന്നുന്നു, എത്ര വലിയ ഫ്രണ്ട്ഷിപ്പ് ആയാലും അത്ര പെട്ടെന്ന് കരച്ചിൽ വരും, നമുക്ക് ചിരിയല്ലേ വരിക. ഇത്രയും നിസ്സാര കാര്യത്തിന് എന്തിനാ കരയുന്നതെന്ന് ചോദിച്ച് ചിരിയാണ് വരിക എന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതിന് പകരം ഭയങ്കരമായിട്ട് ഗബ്രീനെക്കാട്ടിലും അലമുറയിട്ട് കരയുന്ന ഒരു ജാസ്മിനെ നമ്മൾ ഇന്നലെ കണ്ടു. അപ്പോൾ അതൊക്കെ ക്യാമറയ്ക്ക് വേണ്ടിയുള്ള പ്രകടനങ്ങളാണെന്ന് ഭൂരിഭാഗം പ്രേക്ഷകരും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ജാസ്മിനും ഗബ്രിക്കും നല്ലത്, ബിഗ് ബോസിനും നല്ലത്. ഇവരുടെ കോംബോ ലൈവിൽ മാക്സിമം കാണിക്കാതിരിക്കുകയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ലൈവ് നിർത്തി പോകുന്ന ഒരു ഘട്ടം ഉണ്ടാകുന്നുണ്ട്. പല പ്രേക്ഷകരും അത് പറയുന്നുണ്ട്, പലരും അത് തുറന്ന് തന്നെ കമൻറ്റിലൂടെയൊക്കെ പറയുന്നുണ്ട്. അല്ലാതെ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുമ്പോഴൊക്കെ ആളുകൾ പറയുന്നുണ്ട് ലൈവ് കാണാൻ തോന്നില്ല, ലൈവ് തുറന്നു കഴിഞ്ഞാൽ ഈ വൃത്തികെട്ട ഇവരുടെ കോപ്രായങ്ങളല്ലേ കാണേണ്ടത്, അത് കാണാൻ യാതൊരു താല്പര്യം. ഇവർ കാണിക്കുന്ന ക്യാമറയ്ക്ക് വേണ്ടിയാണെന്ന് എല്ലാവർക്കും മനസ്സിലായതോടുകൂടി ഈ കോംബോ കാണാനോ ഇവരെ കാണാനോ താല്പര്യമില്ലാതെ ലൈവ് അവസാനിപ്പിച്ച് പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലൈവിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കണമെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള എൻ്റർടൈനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടസ്റ്റൻസിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം. വല്ല പാട്ട് പാടുക, നാടൻ പാട്ട് പാടുക, അവരുടേതായിട്ടുള്ള കഴിവുകൾ പുറത്തെടുക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുകയൊക്കെ അത് ബിഗ് ബോസ് പറഞ്ഞ് ചെയ്യിപ്പിക്കാം. നൈറ്റിലൊക്കെ ഇവർ കിടക്കുന്നത് വരെയൊക്കെ ചെയ്യിപ്പിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ അതൊക്കെ കാണിച്ചാലും ഇവരുടെ ഈ കോംബോ മാക്സിമം കാണിക്കാതിരിക്കുക. കാരണം ലൈവിലേക്ക് ആളുകൾ വരുന്നത് നിൽക്കും ഈ കോംബോ അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിച്ചാൽ ഈ ബിഗ് ബോസ് സീസൺ 6 അത്യാവശ്യം നല്ല കണ്ടസ്റ്റൻസ് ഉണ്ട്, കഴിഞ്ഞ കുറിയേക്കാളും അത്യാവശ്യം നല്ല കണ്ടസ്റ്റൻസ് ഉണ്ട്. അവരൊക്കെ അവരുടെ പ്രകടനങ്ങൾ നല്ല രീതിയിൽ പുറത്തെടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണം. അല്ലാതെ ഇങ്ങനെയുള്ള പിന്നെ പ്രേക്ഷകർക്ക് ഇഷ്ടമല്ലാത്ത ആളുകളെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം രതീഷിനെ ഈസി ആയിട്ട് തൂക്കി വെളിയിൽ കളയാമെന്നുണ്ടെങ്കിൽ ഒരു ഗബ്രീനെ കളയാൻ അത്ര പാടുന്നില്ല. ഗബ്രി പോയാൽ ജാസ്മിൻ നന്നായി ഗെയിം കളിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് തന്നെ അതിനൊരു അവസരം ഉണ്ടാവട്ടെ. അവർ നോമിനേഷനിൽ ഇവർ രണ്ടുപേരും വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ തീർച്ചയായിട്ടും ഔട്ടാവും എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യം. അങ്ങനെ വന്നാൽ ഗെയിം ഒന്നുകൂടി ചൂട് പിടിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.